കമല, കമല, ஏன் டிலே? ചങ്ങാട അപ്പുറത്തുനിന്ന് വരണം, ടൈം എടുക്കും. ഒന്നുമില്ല സാർ, സാർ ധൈര്യമായിട്ട് ഇരുങ്കോ. സംഘാട ഉടനെ വരും. പിന്നെ സഫറിൻ്റെ അടുത്ത് ലാപ്ടോപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവ ഇന്ന് തന്നെ റെഡിയാക്കും. ரொம்ப ഷൂഡ് இந்த സഫർ. ആള് പാവാ, ഒടുക്കത്തെ പിശുക്കനാണെന്നേ ഉള്ളൂ. കുളിക്കുന്ന സോപ്പ് മുതൽ ഐഫോൺ വരെ ഹോൾസെയിലായിട്ട് ഡസൻ കണക്കിന് എടുക്കും. എന്നിട്ട് നമുക്ക് റീറ്റെയിലായിട്ട് വിൽക്കുകയും ചെയ്യും. അതെന്നെ ഡസൻ കണക്ക്? ഒന്നുമില്ലേ, നമ്മ സഫറിന്റെ കാര്യം താൻ சொன்னது. இப்போ டசன் கணக்கில் எடுத்துட்டு ஒருத்தன் கிளம்பியிருக்கான். இது வரைக்கும் 4 கேஸ் ஆயிடுச்சு. ആ സഫറിനെ ഒന്ന് നോക്കി വെച്ച സാറേ, കാശ് തരാന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ടീമാണ്. സംഘാടം വന്നില്ല സാർ. பியூட்டிஃபுல் பிளேஸ். இங்க ரிசார்ட் வந்துச்சுன்னா விசிட்டர்ஸ் வர்றதுக்கு கஷ்டமா இருக்காது? போட் சர்வீஸ் பிளான் பண்ண போகிறேன். ஓடங்கூட எக்ஸைட்டிங் தான். சிட்டி பிரெட் ராஸ்கல்ஸ்க்கு சேல் பண்றதுக்கு ரொம்ப ஈஸியா இருக்கும். ரிசோர்ட் ஒன்றும் இப்போ இல்லையே. இப்போ இந்த ரெஜிஸ்ட்ரேஷன் மட்டும் முடியட்டும். இதுக்கு சுற்றும் சில கவர்மெண்ட் ப்ராஜெக்ட்ஸு பைப் லைன்லேயே இருக்குது. அதுக்கப்புறம் மட்டும்தான் நாங்கள் ரிசோர்ட்டுக்கு மூவ் பண்ணுறோம். அதுதான் சேஃபு. உங்களுக்கு ஒன்றுமே வராது. கவர்மெண்ட்டுக்கு என்ன, காடாவது கடலாவது எல்லாமே பாலிடிக்ஸ் தான். We are also politics. കമല, കമല, അതെ, ഇതെന്ത് പരിപാടിയാ? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്തിനാ? കാർഡിന് എന്തിനാ പേടിക്കുന്നത്? ഇവിടെ മൊബൈലിന് റേഞ്ച് ഉണ്ടോ? BSNL ഹിന്ദുസ്ഥാൻ ബോൾ രഹാ ഹൈ. എന്തത്? മേക്കിംഗ് മെമ്മറീസ്. പരിചയമില്ലാത്ത വഴിയിലൂടെ വണ്ടി ഓടിച്ച്, പരിചയമില്ലാത്ത കാട്ടിലൂടെ നടന്ന് നമ്മളിവിടെ എത്തിയില്ലേ? നോക്കി, അതിൻ്റെ ഓർമ്മയ്ക്ക് ഈ സ്ഥലം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതാ. ഇവിടെ നിന്ന് ഇങ്ങനെ മെയിൻ റോഡെത്തും. വഴിയൊക്കെ താനെ തെളിഞ്ഞു വരും. ശ്രദ്ധിച്ചു നോക്കിക്കേ. ദൂരെ നിന്ന് നോക്കുമ്പോഴേ കാടുള്ളൂ. അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓരോ മരവും തനിച്ച. അത് ശരിയാണല്ലോ. ഞാനിത് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. വന്ന വഴിക്ക് തന്നെ തിരിച്ചു കിടക്കാം. അതായിട്ടോ സേഫ്. വാ. மூப்பு ஓபி போயிருக்காரு, வந்ததான் என்ன ஒன்று சொல்ல முடியும் சார். இப்படி சொன்னா எப்படி? எங்க டைமுக்கு மதிப்பு இல்லையா? மூப்பர் இப்போ வருவார். அது வரைக்கும் சார் ஒரு வீடியோ வாங்க. வீடியோ அண்ணாங்கட்டி. எல்லாரும் நல்லா கேட்டுக்கேன். இவங்ககிட்ட நீங்க பணம் வாங்கினது உண்மைனா உங்க இடத்த காலி பண்ணிட்டு போறதா நியாயம். முடியாது. அப்படி சொன்னா எப்படியா? இந்த பாரு, ரெஜிஸ்டர் ஆஃபீஸ்லேருந்து போக வேண்டாம். ஆஃபீஸே இங்கே வந்திருக்கா. இந்த ஃபைலில் ஒரு சைன் மட்டும் போட்டால் போதும். സൈൻ பண்ணாலும் உடனே இங்கேருந்து மாற தேவையில்லை. டவுனில் புது ஊர் பண்ணதுக்கப்புறம் 6 மாதத்துக்குள்ளே மாறியா போதும். முடியாதுன்னு சொல்லிட்டான்ல. அப்படின்னா இவங்ககிட்ட வாங்கின காசை திருப்பி கொடுங்க, மேட்ரு முடியட்டும். கொடுக்குறேன். எப்போ தெரியும்? நாளைக்கு கொடுக்குறேன். காலையில் வந்து வாங்கிட்டு போங்க. சும்மா சொன்னா மட்டும் போகாது, சொன்ன மாதிரி நடந்துக்கணும், இல்லை சிக்கலாயிரும். சார், ஒரு வார்த்தை சொன்னது தான். உங்கள் பணம் நாளைக்கு கிடைக்கும், ஆனால் பூமி கிடைக்காது. போதுமா சார்? சஃபர்னு வச்சேன். இதெல்லாம் முதல்ல பேசி ஃபிக்ஸ் பண்ண மாட்டீங்களா? ஏன் டைம் வேஸ்ட் ஆகுதுல்ல? പണ്ടാരം അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. சும்மா விளையாடாதீங்க, விஷயம் வேற மாதிரி போயிடும். இது எங்கள் காடு. இங்கே ராசாவும் இல்லை, போலீஸும் இல்லை. இங்கே வந்து எங்களை மிரட்டிட்டு ஒருத்தங்கூட உயிரோடு திரும்ப போக முடியாது. பார்க்கணுமா? അത് നിങ്ങൾ തകർത്തല്ലോ. ആ രവിക്ക് ഇങ്ങനൊരു പണി കിട്ടേണ്ടത് ആവശ്യമായിരുന്നു. എൻ്റെ ഈ സ്ഥലത്ത് റെയ്ഡ് നടത്തിയിട്ട് ഒരു പകൽ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ എത്തിണ്ടാവുമാരെന്നെ മറക്കാൻ പറ്റുമോ? ഇതറിഞ്ഞ ആ തോമ പാഞ്ഞു വരും. വെള്ളം അടിക്കാന്ന് വെച്ചിട്ട് അവൻ മുങ്ങിയത്. വേണ്ട, ഉള്ളവർ മതി, അത്രയുള്ളൂ മനുഷ്യന്മാര്.
ആ സഫറിനെ ഈ രവിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ ഞാനാ. എന്നിട്ട് ഇങ്ങനത്തെ ഒരു കച്ചവടം വന്നപ്പോ എന്നോടൊരു വാക്ക് പറയാതെ അവൻ അവന്മാരോടൊപ്പം കൂടി. അവൻ അല്ലെങ്കിൽ ഒരു നെറിയില്ലാത്തവനാ. തന്തയും തള്ളയില്ലാതെ വളർന്നതല്ലേ. അതിന്റെ ഗുണം കാണിക്കാതിരിക്കൂ. ഇനി ഞാൻ ഡ്രൈവ് ചെയ്യണ്ടല്ലോ. ഓടിച്ചു. വന്ന സ്പീഡിൽ തന്നെ ഓടിച്ചാ പെട്ടെന്ന് തിരിച്ചെത്താം. മറ്റേ ഡീലിൻ്റെ കാര്യത്തിലൊരു ടെൻഷൻ. കാട്ടിലെന്താ റിയൽ എസ്റ്റേറ്റ്? ഇവിടുത്തെ കുറച്ച് ട്രൈബൽസ് അവരുടെ സ്ഥലം കൊടുത്ത് ടൗണിലോട്ട് പോകാൻ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു. ഞാനത് ഫെസിലിറ്റേറ്റ് ചെയ്തത്. അതെൻ്റെ രജിസ്ട്രേഷൻ ആയിരുന്നു. ഓ, ബിസി പീപ്പിൾ. ഞാൻ ബിസി ഒന്നുമല്ല. ഐ ആം ടോട്ടലി ഫ്രീ. സോ ഇനി എന്താ വേണ്ടേ? എനിക്കൊരു 2 മണിക്ക് തിരിച്ചു പോയാൽ മതി. എന്ത് വേണേലും ആവാം. പണ്ടൊരിക്കൽ ഞാൻ OLX പോസ്റ്റ് ചെയ്തൊരു റിസോർട്ട് ഓർമ്മയുണ്ടോ? വിച്ച് വൺ? നിറയെ മരങ്ങളൊക്കെ ഉള്ള, മുന്നിലൊരു പുഴ, പുഴയ്ക്കപ്പുറം കാട്. എപ്പോഴെങ്കിലൊക്കെ അവിടെ വരണം എന്ന് കമലിനോട് ചാറ്റ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഓ യാ, ഐ റിമെമ്പർ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമുക്ക് അങ്ങോട്ട് പോയാലോ? നല്ല ബീഫ് ഫ്രൈ ഒക്കെ വെച്ച് ഒരു ഉഗ്രൻ ഊണി ഞാൻ ഓഫർ ചെയ്യും. ബീഫ് ഇഷ്ടമുള്ള ഫുഡ് എന്നല്ലേ പറഞ്ഞു. എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നോ പ്രോബ്ലം, പോവാം. പക്ഷേ 2 മണിക്ക് എന്നെ ബസ് സ്റ്റാൻഡിൽ വിടണം. പിന്നെന്താ, 2 മണിയാവാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. വരും. ഇതാണ് സ്ഥലം. റിസോർട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എൻ്റെ 2 ഫ്രണ്ട്സ് 1 കൊല്ലം മുന്നേ വാങ്ങിച്ചത്. വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഇത് റീഓപ്പൺ ചെയ്യണോ അതിന് വിൽക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായി. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കുക. ഓ ഓക്കെ. ഇഷ്ടപ്പെട്ടോ? പിന്നെ കം, ഐ ഷോ യു അറൗണ്ട്. ഇതാണ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്. കിച്ചണും റെസ്റ്റോറൻറ്റും ഒന്നും തൽക്കാലം ഫങ്ഷനിങ് അല്ല. പിന്നെ കോട്ടേജസ് ഒക്കെ അവിടെ. കെൻ ഐ ഫ്രഷൻ അപ്പ്? പിന്നെന്താ, ഞങ്ങൾ കുറച്ച് പേർക്ക് താമസിക്കാൻ വേണ്ടി ഒരു റൂം ഫർണിഷ് ചെയ്തിട്ടുണ്ട്. വരൂ, കാണിച്ചു തരാം. പ്ലീസ്. സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്, പക്ഷേ ആംബിയൻസ് അതാണ് എൻ്റെ ഒരു സംഭവം. സത്യം. ഇവിടെ വേറെ ആരെങ്കിലും താമസമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ 2 ഫ്രണ്ട്സ് കുറച്ച് ചുറ്റിക്കലേക്കുള്ള കൂട്ടത്തിലാണ്. അത് അവരുടെ. വാങ്ങിച്ചതാരായാലും ഹി ഹാസ് സം ടേസ്റ്റ്. അപ്പോൾ ഊണാരുണ്ടാക്കും? ഞാൻ ഉണ്ടാക്കും. ഇപ്പോൾ ഉണ്ടാക്കും. യു ക്യാൻ കൗണ്ട് ഓൺ മീ.